ഹായ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞായിരുന്നു. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് നമ്മളുടെ സ്കിൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ് അതിൽ ഫസ്റ്റ് വരുന്നത് ലിസണിങ് സ്കിൽസാണ്. ഈ സെക്കൻഡ് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നത് ലിസണിങ് കോംപ്രിഹെൻഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിംഗ്, ടൈപ്സ് ഓഫ് ലിസണേഴ്സ്, ബാരിയേഴ്സ് ടു ലിസണിങ്, ഇത്രയും കാര്യങ്ങളാണ് ലിസണിങ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വാട്ട് ഈസ് ലിസണിങ് കോംപ്രിഹെൻഷൻ. സോ ലിസണിങ് കോംപ്രിഹെൻഷനെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? സോ ലിസണിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ സച്ച് ആസ് ഡെവലപ്മെൻറ്റ് ഓഫ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കോംപ്രിഹെൻഷൻ. Listening comprehension has the multiple process of comprehension in language when it is understood, interpreted and spoken. So listening comprehension ഒരു സ്കില്ലിൻ്റെ പാർട്ടാണെങ്കിൽ കൂടെ ഈ ലിസണിങ് കോംപ്രിഹെൻഷന് ഒന്നിലധികം ഫങ്ഷൻ ഉണ്ട്. ലിസൺ ചെയ്യാൻ പഠിച്ചവർ മാത്രമേ സംസാരിക്കാനും അതുപോലെ തന്നെ എഴുതാനും പഠിക്കത്തുള്ളൂ. കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എഴുതാനും പറ്റത്തുള്ളൂ. സോ ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹിയറിങ് വാട്ട് യു ആർ ലിസണിങ് ടു, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് മാത്രം മനസ്സിലാക്കുന്നതിനെ അല്ല ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ഓൾസോ ഡെവലപ്സ് യുവർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. സോ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ടാണ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ലിസൺ ചെയ്യുന്നതിലൂടെയാണ് അവരുടെ റിട്ടൻഷൻ, മെമ്മറി പാർട്ട്, അതുപോലെ തന്നെ അറ്റൻഷൻ കപ്പാസിറ്റി, ഈ അറ്റൻഡ് ചെയ്ത കാര്യങ്ങളെ മെമ്മറിയിൽ റിട്ടെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഇൻക്രീസ് ആവുന്നത്. സോ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്പോക്കൺ ലാംഗ്വേജ് ആൻഡ് ദിസ് ഇൻക്ലൂഡ്സ് ദ റെക്കഗ്നിഷൻ ഓഫ് ഡിസ്കോഴ്സസ് ഓഫ് സൗണ്ട്സ്, ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മീനിങ് ഓഫ് ഇൻഡിവിജ്വൽ words and understanding of the syntax of sentence that may arise in a dialogue or discourse. അപ്പോൾ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്പോക്കൺ ലാംഗ്വേജ്. നമ്മളോട് പറഞ്ഞ സ്പോക്കൺ ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാംഗ്വേജിൽ കേട്ട കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, വേർഡ് ബൈ വേർഡ് മീനിങ് മനസ്സിലാക്കുക, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. അതിനെയൊക്കെയാണ് നമ്മൾ ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പുട്ടിങ് അറ്റൻഷൻ ടു സംതിങ് യു ആർ ഹിയറിങ്, പക്ഷേ അത് മാത്രമല്ല അതിനെ മെമ്മറിയിലേക്ക് കയറ്റിയിട്ട് അതിനെ മെമ്മറിയിൽ റിട്ടെയിൻ ചെയ്തിട്ട് ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ചാൻസ് ഓഫ് കോളിങ് ലിസണിങ് ആൻഡ് ഹിയറിങ് ദ സെയിം. ചില ആളുകൾ പറയുന്നത് ലിസണിങ്ങും ഹിയറിങ്ങും സെയിം ആണെന്നാണ്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളോട് ചോദിക്കണം, ആർ യു ലിസണിങ്? യാ ഐ ആം ഹിയറിങ് എന്നൊക്കെ പറയും ചില സമയത്ത്. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഹിയറിങ് ആൻഡ് ലിസണിങ്. ലിസണിങ് എന്ന് പറയുന്നതും ഹിയറിങ് എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ഓർഡർ. ഇറ്റ് ഈസ് ജസ്റ്റ് ദി പെർസെപ്ഷൻ ഓഫ് സൗണ്ട്സ് ഓർ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ പാസീവ് പ്രോസസ്. ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിയോളജിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളൊരു സ്ഥലത്ത് പോയി വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ചെവിയിലൂടെ പല വോയിസസ് കടന്നു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ പല സൗണ്ട്സ് കടന്നു പോകും. ആൻഡ് വി ഇൻറ്റൻഷനലി ഡു നോട്ട് പുട്ട് എനി കൈൻഡ് ഓഫ് അറ്റൻഷൻ ടു ദം. നമ്മളതൊന്നും ശ്രദ്ധിച്ച് കേൾക്കാറില്ല, ഇല്ലേ? നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ലല്ലോ. സൗണ്ട് വേവ്സ് നമ്മളുടെ ചെവിയിൽ കൂടെ കയറി ഇറങ്ങി പാസ് ചെയ്ത് പോവുക. ഇതാണ് എപ്പോഴും ഹിയറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് ഇൻവോളണ്ടറി. അത് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല, അറിയാതെ തന്നെ നമ്മളുടെ ഫിസിയോളജിക്കലി നടക്കുന്ന ഒരു കാര്യമാണ് ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ജസ്റ്റ് ദി പെർസെപ്ഷൻ ഓഫ് സൗണ്ട്സ്. പുറത്ത് കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മളുടെ ചെവിയിൽ വന്ന് എൻറ്റർ ചെയ്യുക, അതാണ് ഹിയറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. പക്ഷേ അതിനെ ലിസണിങ്ങിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ്ങിൽ വി പുട്ട് അറ്റൻഷൻ. കാരണം വി ലിസൺ ടു തിങ്സ് ദാറ്റ് വി വോണ്ട് ടു നോ. നമ്മളെല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്യാറില്ല. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ലിസൺ ചെയ്യാറുള്ളൂ. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വെൻ യു ആർ സ്റ്റാൻഡിങ് ഇൻ എ ബസ് സ്റ്റോപ്പ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് സം കൈൻഡ് ഓഫ് നോയ്സസ് മൈറ്റ് എൻറ്റർ യുവർ ഇയർ ആൻഡ് പാസ് ത്രൂ ഇറ്റ്. നിങ്ങളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെവിയിൽ കൂടെ
ഹോൺസിൻ്റെ ശബ്ദം പോകും, ചില സ്ഥലത്ത് പാട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ചെവിയിൽ കൂടി ഇതിൻ്റെയൊക്കെ സൗണ്ട് വേവ്സ് പാസ് ചെയ്ത് പോകാറുണ്ട്. ആൻഡ് ഇൻറ്റൻഷനലി നമ്മളവിടെ അറ്റൻഷൻ കൊടുക്കാറില്ല. എന്ത് അനൗൺസ്മെൻറ്റാണ് കേൾക്കുന്നതെന്നോ ഏത് പാട്ടാണ് കേൾക്കുന്നതെന്നോ മറ്റേ വണ്ടിയുടെ ഹോണിൻ്റെ ശബ്ദത്തിലോട്ടൊന്നും നമ്മൾ അറ്റൻഷൻ കൊടുക്കാറില്ല. നമ്മൾ ജസ്റ്റ് അത് കേട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഫിസിയോളജിക്കലി. പക്ഷേ ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ഇസ് വോളണ്ടറി. നമ്മളുടെ എഫേർട്ടിലൂടെയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ അറ്റൻഷൻ ഇട്ട് കൊടുത്തുകൊണ്ടാണ് അത് കേൾക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻ്റർപ്രിറ്റീവ് വേർഡ്. ഇൻ്റർപ്രിറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്. നമ്മൾ വെറുതെ കേട്ട് കളയല്ല. വി ഹിയർ ഇറ്റ് and we pass it to our memory. We retain it in our memory for some time and use it whenever we want. അങ്ങനെയാണ് ഒരു ലിസണിങ് പ്രോസസ്സ് നടക്കുന്നത്. സോ ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. നമ്മളുടെ ഹിയറിംഗ് പാസീവ് ആയിരുന്നു, ലിസണിങ് എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രോസസ്സാണ്. സോ വെൻ ലിസണിങ്, gestures, postures, facial expressions, silence among others are connected in order to understand the message given by the speaker. The relationship between words and actions is what makes up language and how it is interpreted when there is an understanding of what is being heard. So listening എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is not just about letting the words get in with attention. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ജെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ദ സൈലൻസ് ബിറ്റ്വീൻ ദ പീപ്പിൾ. ഇതൊക്കെ ഓരോ ഫാക്ടേഴ്സാണ്. കാരണം നമ്മൾ കേൾക്കുമ്പോൾ ഒരു നോർമൽ ടോണിൽ സംസാരിക്കുന്ന ആൾ, അയാൾ ദേഷ്യത്തോടെയാണ് ഒരു മാറ്റർ പറയുന്നത്, അല്ലെങ്കിൽ അയാൾ ഏത് മൂഡിലാണ് ആ മാറ്റർ പറയുന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ വി ഹാവ് ടു ലിസൺ ടു ദ ടോൺ ഓഫ് ദി കോൺവെർസേഷൻ ആസ് വെൽ ആസ് ഹിസ് ഫേഷ്യൽ എക്സ്പ്രഷൻ. നമ്മൾ ജസ്റ്റ് താഴോട്ട് നോക്കിയിരുന്നത് കൊണ്ട് നമുക്കൊരാൾ പറഞ്ഞ കാര്യം മനസ്സിലാവണമെന്നില്ല. അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനും അവർ യൂസ് ചെയ്യുന്ന ജെസ്റ്റേഴ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സംസാരത്തിൻ്റെ ടോൺ എന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു മാറ്ററിന് എത്രത്തോളം സീരിയസ്നെസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവത്തുള്ളൂ. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പുട്ടിങ് യുവർ അറ്റൻഷൻ ഇൻ വാട്ട് എവർ തിങ്സ് യു ഹിയർ. It is about putting attention to everything that happens when you are communicating with somebody. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ്സും നിങ്ങളുടെ വോയിസിൻ്റെ ടോണും എല്ലാം മാറ്റർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലിസണിങ്, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് സ്പീക്കിംഗ് ആസ് വെൽ ആസ് റൈറ്റിംഗ്. കാരണം ഇത് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു കാര്യങ്ങൾ പോസിബിൾ ആവത്തുള്ളൂ. Then listening then means not only hearing but also being able to interpret and analyze the information that is received, creating one's own analysis of this information and creating one's own concept, opinion and comments on what is being heard. Listening എന്ന് പറഞ്ഞാൽ it is not just about hearing. Listening complete ആവണമെങ്കിൽ we should be അല്ലെങ്കിൽ we must be able to interpret and analyze, or just analyze and interpret the things that you have heard. അതൊരു കംപ്ലീറ്റ് പ്രോസസ്സ് ആവണമെങ്കിൽ കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് മനസ്സിലാക്കിയിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവും കൂടെ നമുക്ക് വേണം. ഇനി വരുന്നതാണ് എലമെൻറ്റ്സ് ഓഫ് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. എന്തൊക്കെയാണ് ലിസണിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ? അതിൽ ഫസ്റ്റ് വൺ ആണ് ദ ലിസണർ, സെക്കൻഡ് വൺ ദ മെസ്സേജ് ട്രാൻസ്മിറ്റഡ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ദി കണ്ടൻറ്റ്. സോ ലിസണിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് sounds and organizes them into sequence. The message is what is built up through linguistic understanding. The context is the message that the listener has. These stages are evaluated and give the understanding of the listening. So listening എന്ന് പറയുന്നത് it includes sounds as well as organize them. സൗണ്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യൽ മാത്രമല്ല, അല്ലെങ്കിൽ വേർഡ്സിൻ്റെ ഇൻക്ലൂഷൻ മാത്രമല്ല, എന്ത് എവിടേക്ക് അറേഞ്ച് ചെയ്യണമെന്നുള്ളത് ലിസണിങ് തന്നെയാണ് തീരുമാനിക്കുന്നത്. ആസ് വെൽ ആസ് ഇവിടെ ഒരു ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് പോസിബിൾ ആവണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷന് ബാരിയറായിട്ട് വരുന്നത് ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ അറിവാണ്. സോ ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ലിസണിങ് നടക്കുന്നത്. നമുക്കറിയാത്തൊരു ലാംഗ്വേജ് എത്ര എഫേർട്ട് ഇട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും നടക്കാറില്ല. അപ്പോൾ നമ്മൾ ഒരു ലിസണിങ്ങിന് ചെയ്യുന്നതിന് മുന്നേയും ലിസണിങ്ങിൻ്റെ ടൈമിലും ലിസണിങ് കഴിഞ്ഞിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഡു ബിഫോർ ലിസണിങ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ പ്ലാനിങ് ഫേസ് വേർ ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് വൈ വൺ ഈസ് ഗോയിങ് ടു ലിസൺ,
to whom one is going to listen and among other questions. So ഒരു ലിസണിങ്ങിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനെക്കുറിച്ചാണ് കേൾക്കുന്നത്, ആരാണ് സംസാരിക്കാൻ പോകുന്നത്, എന്തിനു വേണ്ടിയാണ് കേൾക്കുന്നത്, ഈ 3 കാര്യങ്ങളും നമ്മൾ ലിസണിങ് പേർപ്പസിന് മുന്നേ അറിഞ്ഞിരിക്കണം. Then comes during the listening phase. During the listening phase, the actions that are carried out as well as we listen, such as formulating hypothesis, creating mental images, observing and supporting the speaker's gesture and movements, analyzing and giving cognitive skills in progress. So listening time ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന മാറ്റേഴ്സിനെല്ലാം അറേഞ്ച് ചെയ്യാൻ പഠിക്കണം. ആൻഡ് നമ്മൾ അതിൽ നിന്നൊരു കണ്ടൻറ്റ് സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. ആ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മളുടെ ലിസണിങ് സക്സസ്ഫുള്ളായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദെൻ ആഫ്റ്റർ ലിസണിങ്, എന്താണ് ലിസൺ ചെയ്തതിൻ്റെ ശേഷം ചെയ്യേണ്ടത്? സോ ആഫ്റ്റർ ലിസണിങ് ഫേസിനെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. സോ ദിസ് ഫേസ് ഇസ് അബൌട്ട് ഡിറ്റർമൈനിങ് വെദർ വാട്ട് വാസ് ഹേർഡ് വാസ് അണ്ടർസ്റ്റുഡ് by making summaries, forming questions, etc. So എല്ലാം ലിസൺ ചെയ്ത ശേഷം നമ്മളുടെ ലിസണിങ്ങിനെ അനലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അസസ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ വി അനലൈസ് ദ തിങ്സ് ദാറ്റ് വി ഹാവ് ഹേർഡ് ആൻഡ് വി ട്രൈ ടു മേക്ക് എ സമ്മറി ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് ഹേർഡ്. നമ്മൾ കേട്ട കാര്യങ്ങളുടെ ഒരു സമ്മറി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിസണേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ലിസണേഴ്സ്, ആരൊക്കെയാണ് ലിസണേഴ്സ്, എത്ര ടൈപ്സ് ആണ് ലിസണേഴ്സിനുള്ളത്? സോ ടൈപ്പ് ഓഫ് ലിസണേഴ്സ് പറയുമ്പോൾ ദർ ആർ മെയിൻലി 2 types of listeners. As you all know, there are 2 types of listening, active listening and passive listening. Just like that, there are 2 types of listeners also. The first one is active listeners and the second one is the passive listeners. ആക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പീപ്പിൾ ഹൂ പുട്ട് ദെയർ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ഓൺ തിങ്സ് വാട്ട് ഈസ് ബീയിങ് ടോൾഡ് ടു ദെം. അവരോട് പറയുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ഇട്ട് കേൾക്കുന്ന ആളുകളെയാണ് നമ്മൾ ആക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമുക്ക് ആക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ഏബിൾ ടു ഗിവ് സ്പോണ്ടേനിയസ് റിപ്ലൈസ്. നമ്മൾ ഫുൾ അറ്റൻഷൻ ഇട്ടൊരു കാര്യത്തിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വി വിൽ ബി ഏബിൾ ടു ആൻസർ ദം പ്രോപ്പർലി. കാരണം എന്താ, വി വർ ലിസണിങ് ടു ഇറ്റ് വെരി കെയർഫുള്ളി. ഇതാണ് ആക്റ്റീവ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇട്ടിട്ടായിരിക്കും ലിസൺ ചെയ്യുന്നത്. ദെൻ കംസ് ദി പാസീവ് ലിസണേഴ്സ്. പാസീവ് ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സംവൺ ഹൂ sometimes put their attention, but as per their attitude they show a variation in their കോൺസെൻട്രേഷൻ. അതായത് അവർ ചില സമയത്ത് ശ്രദ്ധിക്കും, ചില സമയത്ത് ശ്രദ്ധിക്കത്തില്ല. ആൻഡ് ദേ ആർ പീപ്പിൾ ഹൂ എൻഗേജ് ഇൻ മൾട്ടി ടാസ്കിങ്. അതായത് അവർ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകും. ഇങ്ങനെയുള്ള ആളുകളാണ് പാസീവ് ലിസണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കേൾക്കുന്നില്ല. ഇങ്ങനെയാണ് പാസീവ് ലിസണേഴ്സ്. അവർക്ക് മാറ്ററിനെ കുറിച്ച് വലിയ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഒന്നും ഉണ്ടാവത്തില്ല. ആൻഡ് ദേ ഡോണ്ട് വോണ്ട് ടു ലിസൺ. അവർക്ക് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ താല്പര്യമില്ല. സോ അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇങ്ങനെയാണ് ഒരു പാസീവ് ലിസണറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പോൾ 2 types of listeners ഉണ്ട്, ആക്റ്റീവ് ആൻഡ് പാസീവ് ലിസണേഴ്സ്. ദെൻ കംസ് ദി ബാരിയേഴ്സ് ടു ലിസണിങ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലിസണിങ്ങിന് ബാരിയർ ആവുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ പറഞ്ഞായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ആവുന്നതെന്ന്. അതുപോലെ തന്നെയാണ് ഒരു ലിസണിങ് പ്രോസസ്സ് വരുമ്പോൾ ലിസണിങ് പ്രോസസ്സിലും ഇതുപോലെ തന്നെ സബ്ജക്റ്റ് മാറ്റർ അണ്ടർസ്റ്റാൻഡ്, അത് കേട്ട് കഴിയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ചില ബാരിയേഴ്സൊക്കെ ഉണ്ടാകും. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വണ്ണാണ് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റുന്നത് നമ്മളുടെ സറൗണ്ടിങ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നമ്മളുടെ സറൗണ്ടിങ്സ്, ഇപ്പോൾ നമ്മളൊരു സ്പീച്ച് കേൾക്കുന്ന സമയത്ത് ദ സറൗണ്ടിങ് ദാറ്റ് വി ആർ സ്പെൻഡിങ് ദ ടൈം ഇസ് വെരി നോയ്സി. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ വി വോണ്ട് ബി ഏബിൾ ടു ലിസൺ ടു തിങ്സ് ദാറ്റ് ദേ ആർ സെയിങ്. ഈവൻ ഇഫ് വി ട്രൈ ടു പുട്ട് സോ മച്ച് ഓഫ് കോൺസെൻട്രേഷൻ വി വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ദേ ആർ സെയിങ്. ഇല്ലേ, ഇപ്പോൾ നമ്മൾ വളരെ നോയ്സി ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. ആ ഒരു സ്ഥലത്ത് ഇരിക്കാൻ നേരത്ത് നമ്മൾക്ക് എന്താ പറ്റുക, വളരെ നോയ്സി ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മളുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയ
ഘടകം തന്നെയാണ് ഈ ലിസണിങ് പ്രോസസ്സ് വരുമ്പോൾ. കാരണം ദ മോർ സെറീൻ ദ അറ്റ്മോസ്ഫിയർ ഇസ് മോർ പീപ്പിൾ ട്രൈ ടു കോൺസെൻട്രേറ്റ് എന്നാണ് പറയുന്നത്. എത്രത്തോളം നമ്മളുടെ അറ്റ്മോസ്ഫിയർ ശാന്തമാണ് അത്രത്തോളം കോൺസെൻട്രേഷൻ നമുക്കുണ്ടാവാറുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് ഫസ്റ്റ് വൺ. ദെൻ കംസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് അവർ മൈൻഡ്. നമ്മൾ ഒരു ടോക്ക് കേൾക്കാൻ നേരത്തെ നമ്മളുടെ മൈൻഡ് എങ്ങനെയാണ്. സപ്പോസ് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും കേൾക്കുന്നത്, ചില സമയത്ത് ടെൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും കേൾക്കുന്നത്, ചില സമയത്ത് ഇമോഷണൽ കോൺഫ്ലിക്ട്സ് നമുക്ക് വരാറുണ്ട്. സോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വളരെയധികം എഫക്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ആർ ബോർഡ് ഓൾസോ, സംടൈംസ് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ബോർഡം ആണ് നമ്മളുടെ അവസ്ഥയെങ്കിൽ നമ്മൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. സോ നമ്മളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, നമ്മളുടെ ഇമോഷൻ, നമ്മളുടെ ക്യൂരിയോസിറ്റിയുടെ കുറവ്, അതുപോലെ തന്നെ സംടൈംസ് വി മൈറ്റ് ഗെറ്റ് സ്ട്രെസ്ഡ്. ആ സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. അപ്പോൾ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് എത്ര കോൺഫിഡൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് കേൾക്കാൻ പറ്റണം, അല്ലെങ്കിൽ കേട്ടാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദേ ആർ വീക്ക് ഓർ ദേ ആർ നോട്ട് ഗുഡ് ഇൻ ലിസണിങ്. പക്ഷേ നമ്മളുടെ മെൻ്റൽ ഫാക്ടേഴ്സ് ഒരു വലിയ ബാരിയറാണ്. ദെൻ ജഡ്ജിങ് ബിഫോർ ലിസണിങ്. അതായത് നമ്മളോട് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു പ്രെജുഡൈസ്ഡ് മൈൻഡിലിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് പറയുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ലിറ്റിൽ ഡിഡ് വി നോ അബൌട്ട് ദ സബ്ജക്റ്റ് മാറ്റർ ബട്ട് വി ഡോണ്ട് വാണ്ട് ടു ഹിയർ ബിക്കോസ് വി ആർ ഈഗോയിസ്റ്റിക്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. സോ ജഡ്ജിങ് ബിഫോർ ലിസണിങ് ഒരു ബാരിയറാണ്. ദെൻ കംസ് മൾട്ടി ടാസ്കിങ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പാസീവ് ലിസണേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പീപ്പിൾ ഹു ട്രൈ ടു മൾട്ടി ടാസ്ക് ഇൻ ബിറ്റ്വീൻ. അവർക്ക് ഒന്നിലധികം കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. സോ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് ഒരു ജനറൽ ബാരിയർ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ടോക്ക് കേൾക്കാൻ നേരത്തെ അല്ലെങ്കിൽ ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാതെ വേറെ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒബ്വിയസ്ലി പറയുന്ന കാര്യം ഫുള്ള് തലയിലേക്ക് കയറിക്കൊള്ളണമെന്നില്ല. സോ മൾട്ടി ടാസ്കിങ് ഈസ് ഓൾസോ എ ഫാക്ടർ. ദെൻ കംസ് പേഴ്സണൽ ഫിസിക്കൽ ബാരിയേഴ്സ്. പേഴ്സണൽ ആയിട്ടുള്ള നമ്മളുടെ ഫിസിക്കൽ ബാരിയേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെ ടയേർഡായിരിക്കുന്ന അവസ്ഥ. ടയേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഫിസിക്കൽ ബാരിയറാണ്. കാരണം നമ്മളുടെ ഫിസിക്ക് വളരെ വീക്കാണ്. ആ ടൈമിൽ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. ഓടിക്കതച്ച് വന്ന ഒരാളോട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കഥപ്പ് മാറ്റാൻ അവർ ശ്രമിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ടോക്ക് കേൾക്കാൻ ശ്രമിക്കും. സോ ഒബ്വിയസ്ലി പേഴ്സണൽ ഫിസിക്കൽ ബാരിയർ. ദെൻ കംസ് നമ്മളുടെ ഹങ്കർ. വിശപ്പുള്ള സമയത്ത് എങ്ങനെയെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇത് കഴിഞ്ഞാൽ മതി എന്നേ നമ്മളെല്ലാവരും വിചാരിക്കാറുള്ളൂ. സോ ദീസ് കംസ് അണ്ടർ പേഴ്സണൽ ഫിസിക്കൽ ബാരിയേഴ്സ്. ദെൻ കംസ് ടെക്നോളജിക്കൽ ബാരിയർ. ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മീഡിയം ശരിയല്ലെങ്കിൽ, സപ്പോസ് ഇഫ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ത്രൂ എ ഫോൺ ആൻഡ് ഫോൺ സിഗ്നൽ വീക്കാണെങ്കിൽ നമ്മൾക്ക് കേൾക്കുമ്പോൾ ബ്രേക്ക് ആകും. സോ അതെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കണ്ടൻറ്റ് കേൾക്കുന്നില്ല, കുറേശ്ശെ കേൾക്കുന്നുള്ളൂ. ഫുള്ളായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാവത്തില്ല, ബ്രോക്കൺ ഇമേജസാണ് നമുക്ക് കിട്ടുന്നത്. സോ ഒബ്വിയസ്ലി ടെക്നോളജിക്കൽ ബാരിയർ. ദെൻ കംസ് ലാംഗ്വേജ് ബാരിയർ, ലിംഗ്വിസ്റ്റിക് ബാരിയർ എന്ന് പറയും. ഇഫ് the listener is not at all able to understand the speaker's language, then the whole communication would become a failure. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണറിന് സംസാരിക്കുന്ന ഭാഷ മനസ്സിലായില്ലെങ്കിൽ, സ്പീക്കർ ഏതൊക്കെ ഭാഷയിൽ പറഞ്ഞാലും അവരുടെ ഭാഷയിൽ പറയേണ്ട അവർക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ, ദെൻ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് അവിടെ നടക്കാറില്ല, അല്ലെങ്കിൽ ലിസണിങ് പ്രോസസ്സും അവിടെ നടക്കാറില്ല. കാരണം ലിസൺ ചെയ്താലും ദേ വോണ്ട് ബി അണ്ടർസ്റ്റാൻഡിങ് എനിത്തിങ്. പിന്നെ വരുന്ന ഒരു ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോട്ടിസമാണ്. ഈഗോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെല്ലാം അറിയാം, എന്നോട് ആരും ഒന്നും പറയണ്ട എന്നുവെച്ചാൽ ഒരു പ്രീ ജഡ്ജ്മെൻറ്റൽ മൈൻഡ്. ഇതൊക്കെ ഈഗോട്ടിസത്തിൻ്റെ ഒരു ഫാക്ടറാണ്. പിന്നെ വരുന്നതാണ് കൾച്ചറൽ, അതായത് ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചില കൾച്ചേഴ്സിൻ്റെ ഡിഫിക്കൽട്ടി, അതും ഒരു ബാരിയർ തന്നെയാണ്. ദെൻ കംസ് റിലേഷൻഷിപ്പ് ബാരിയർ. റിലേഷൻഷിപ്പ് ബാരിയർ എന്ന് പറയുമ്പോൾ സപ്പോസ് ഇപ്പോൾ ഐ എം ലിസണിങ് ടു സംവൺ ഹൂ ഇസ് നോട്ട് അറ്റ് ഓൾ മൈ ടൈപ്പ്, അല്ലെങ്കിൽ മൈ ടൈപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ താല്പര്യങ്ങളല്ല അവരുടെ താല്പര്യങ്ങൾ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ വരാൻ നേരത്ത് ഒബ്വിയസ്ലി നമുക്ക് അവരോടൊരു താല്പര്യം ഉണ്ടാവത്തില്ല. അപ്പോൾ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും നമുക്ക് താല്പര്യം ഉണ്ടാവത്തില്ല. സോ റിലേഷൻഷിപ്പ് ബാരിയർ. ദെൻ ലാക്ക് ഓഫ് ട്രസ്റ്റ്, ചില കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സോ ദീസ് ഓൾ കംസ് അണ്ടർ ബാരിയേഴ്സ് ടു ലിസണിങ്.
സോ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് ലിസണിങ് കോംപ്രിഹെൻഷൻ, ലിസണിങ് ടൈപ്സ്, ബാരിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് സെഡ്. താങ്ക് യു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.